എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഷുഗർ ഉള്ളവർക്കൊക്കെ കേക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗീ കേക്കാട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ശർക്കര വെച്ചിട്ടാട്ടോ പഞ്ചസാരക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കാൻ വെക്കുന്നുണ്ട്. അത് ആദ്യം ചെയ്യട്ടെ, അതൊന്ന് തണുത്ത് വരണം. അതിനുശേഷം അത് തണുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുപോലെ എഗ്ഗിൻ്റെ സ്മെല്ലും മാറി കിട്ടും ഈ രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ് കേട്ടോ. ഗീ കേക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് നെയ്യ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റാവാത്ത നെയ്യാണെന്നുണ്ടെങ്കിൽ മെൽറ്റാക്കിയിട്ട് ഒന്ന് ചെറിയ ചൂടിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, ഓവർ ചൂടുണ്ടാവരുത്. എന്നിട്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം കേട്ടോ പിന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകും ബാറ്റർ. പിന്നെ നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അത് തണുത്തതിന് ശേഷം അതും ചേർത്ത് കൊടുക്കുക. അതും ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് ഇതിൽ കൂടാണ്ട് ഒരു അരിപ്പിലൂടെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഹെൽത്തി ഓപ്ഷനിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി 1 കപ്പ്, അതിലേക്ക് 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. അതിലേക്ക് അങ്ങ് അരിച്ചെടുക്കുക. മുഴുവനായിട്ട് അരിച്ചെടുത്ത ശേഷം നമുക്ക് മെല്ലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ ഇങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത് കേട്ടോ. ഈ രീതിയിൽ മെല്ലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ബാറ്റർ കുറച്ചൊക്കെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലം കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബാറ്റർ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈറ്റ് ബാറ്ററാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ പാലൊഴിച്ച് കൊടുക്കട്ടോ. 1-2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഗ്രീസ് ചെയ്ത മോൾഡിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 5 ഇഞ്ചിൻ്റെ മോൾഡാട്ടോ എടുത്തിട്ടുള്ളത്. കുഞ്ഞു കേക്കല്ലേ, അപ്പോൾ 5 ഇഞ്ചിൻ്റെ മോൾഡേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇതങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിന് മുകളിൽ ഡെക്കറേഷൻ വേണ്ടി നട്ട്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പ്രീഹീറ്റ് 10 മിനിറ്റ് പ്രീഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് ആട്ടോ എനിക്ക് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ടുള്ള ടൈം. അപ്പോൾ ഓരോ ഓവനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. 35 മിനിറ്റിന് ശേഷം ഞാൻ തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ഗീൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ മൂക്കിലേക്ക്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് മധുരം പഞ്ചസാരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാൻ എന്താ പറയുക മടിയുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്